അപ്പോൾ എല്ലാവർക്കും വൈസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ട്രിഗണോമെട്രിയിലെ അത്യാവശ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറേ ഇക്വേഷൻസ് ഒക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും പഠിച്ചു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഡിയൻ മെഷറും ഡിഗ്രി മെഷറും ആണ്. അപ്പോൾ ഒരു ഡിഗ്രി മെഷർ തന്നിട്ട് അതെങ്ങനെ റേഡിയൻ മെഷർ ആക്കാമെന്നും തിരിച്ച് റേഡിയൻ മെഷർ തന്നിട്ട് ഡിഗ്രി മെഷർ ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണിത്, എന്നാലും ഒന്നും കൂടി പറയാം. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണിത്. പൈ എന്ന് പറയുന്നത് നമുക്കറിയാം 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പം പൈ ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ പൈ ബൈ 2 ഈക്വൽ ടു എന്തായിരിക്കും? 90 ഡിഗ്രി. 180 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 90 ഡിഗ്രി. പൈ ബൈ 4 ഈക്വൽ ടു 45 ഡിഗ്രി. പൈ ബൈ 6 എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. 3 പൈ ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 270 ഡിഗ്രിയും 2 പൈ ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ റേഡിയൻ മെഷർ ഈക്വൽ ടു പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷറും ഡിഗ്രി മെഷർ ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷറുമാണ്. ഇപ്പോൾ നമുക്കൊരു ഡിഗ്രി മെഷർ തന്നിട്ട് അതിനെ റേഡിയൻ മെഷർ ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ പൈ ബൈ 180 ഈ ഡിഗ്രി മെഷറിന് പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കത് റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. നമുക്കപ്പം ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷർ. 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് അല്ലേ. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. 40 ഡിഗ്രി 20 മിനിറ്റ് 40 ഡിഗ്രി 20 മിനിറ്റ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ 20 എന്ന് പറയുന്നത് മിനിറ്റിലാണ് കിടക്കുന്നത് അല്ലേ. നമുക്കത് ഡിഗ്രിയിലേക്ക് ആദ്യം ആക്കണം. ഡിഗ്രിയിലോട്ടാകുമ്പോൾ 20 മിനിറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ് ആണ്. അപ്പോൾ 20 മിനിറ്റ് എന്ന് പറയുന്നത് 1/3 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ 40 1/3 ഡിഗ്രി. ഇനി ഈ ഡിഗ്രിയെ റേഡിയനിലേക്ക് മെഷർ ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പൈ ബൈ 180 ഇൻറ്റു ഈ 40 ഇൻറ്റു 3 1/3 നമുക്ക് 40 ഇൻറ്റു 3 120. 120 പ്ലസ് 1 എന്ന് പറയുന്നത് 121 ഡിവൈഡഡ് ബൈ 3. പിന്നെ നമ്മൾ എന്താ എഴുതേണ്ട? റേഡിയൻ. നമ്മൾ ഡിഗ്രി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. നമുക്കിനിവിടെ വെട്ടി കളയാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 121 പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 3 എന്ന് പറയുന്നത് 540. നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലമാണ് കൺവേർട്ട് 6 റേഡിയൻസ് ഇൻറ്റു ഡിഗ്രി മെഷർ. കൺവേർട്ട് 6 റേഡിയൻസ് ഇൻറ്റു ഡിഗ്രി മെഷർ. നമുക്കിവിടെ 6 റേഡിയൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്കതിനെ ഡിഗ്രി മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 6 റേഡിയൻ ഈക്വൽ ടു തന്നിരിക്കുന്നത് എന്താണ്? 6 റേഡിയൻസ് ആണ് അല്ലേ. അപ്പോൾ 6 റേഡിയൻസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 6 ഡിഗ്രി. 6 ഡിഗ്രി എന്ന് എഴുതാം അല്ലേ. അതുപോലെ നമ്മുടെ പൈയുടെ വാല്യൂ നമുക്കറിയാമല്ലോ 3.14 ആണ്. അല്ലെങ്കിൽ നമുക്ക് 22 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതാം. നമുക്കിവിടെ പൈയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കാം. പൈക്ക് 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 6 ഡിഗ്രി. ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 180 ഇൻറ്റു 7 എവിടെ പോകും? മുകളിൽ പോകും അല്ലേ. 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 22 ഡിഗ്രി. നമുക്കിവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റു 7 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് 22 ഇതുകൂടെ ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് 540
540 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 11 ഡിഗ്രി എന്ന് കിട്ടും. ഇത് നമ്മൾ 540 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എഴുതാം അല്ലേ. നമുക്കിങ്ങനെ ഒരു ആൻസർ കിട്ടും. നമുക്കിതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3780 311 33 48 എന്ന് വരും. 4 × 11 44 40 എത്രയാണ് 3 33 ഇങ്ങനെ കിട്ടും അല്ലേ. നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇത് നമുക്ക് ഈക്വൽ ടു 343 ഇൻറ്റു 7/11 d. ഇനി നമുക്ക് ഈ 343 സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം. 343 ഡിഗ്രി പ്ലസ് നമുക്ക് ഈ ഡിഗ്രിയെ വീണ്ടും നമുക്ക് എങ്ങനെയാണോ പിന്നെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ആൻസറിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് വെച്ചാൽ +1 ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും പഠിക്കേണ്ട. ട്രിഗണോമെട്രി ആയാലും ബൈനോമിയൽ തിയറം, കോണിക് സെക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് +1 ടെക്സ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലേ. അപ്പം +1 ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യനാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ പ്രോബ്ലങ്ങൾ ഇതിപ്പോൾ ഈ ഒരെണ്ണം തന്നെ നമ്മൾ കുറേ തവണ നമ്മൾ ചെയ്ത് പഠിക്കണം. കുറേ തവണ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ +1 ടെക്സ്റ്റിനകത്തുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഹോംവർക്കായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. 343 ഡിഗ്രി പ്ലസ് 7 ഇൻറ്റു നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ് 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 11 മിനിറ്റ്. 60 മിനിറ്റ്. നമുക്കിതിന് 420 എന്ന് കിട്ടുമല്ലോ. 420 എന്ന് കിട്ടും. 420 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 333 90 8 × 11 88 343 ഡിഗ്രി പ്ലസ് 343 ഡിഗ്രി പ്ലസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 38 11 മിനിറ്റ് എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ 343 ഡിഗ്രി നമുക്കിനി സെപ്പറേറ്റ് ചെയ്യാം. പ്ലസ് 38 ഡിഗ്രി 38 മിനിറ്റ് പ്ലസ് 2/11 വീണ്ടും നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇൻറ്റു 60 സെക്കൻഡ് ഈക്വൽ ടു 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ്. നമ്മളിവിടെ 120 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10.9 ആണ്. പ്ലസ് 10.9 സെക്കൻഡ് മിനിറ്റ്. ഇപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. നമ്മളിത് കുറേ പ്രാവശ്യം ഈ പ്രോബ്ലം തന്നെ നിങ്ങൾ കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് ഞാൻ പിന്നീട് ഹോംവർക്ക് ഇട്ട് തരാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ
in which a central angle of 60 degree intercepts an arc of length 37.4 centimeter. ഇവിടെ എന്ന് വെച്ചാൽ ആംഗിൾ തീറ്റ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, ലെങ്ത് എന്ന് പറയുന്നത് 37.4 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് ആർ എന്ന് പറയുന്ന ആർ ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ തീറ്റ. ഇതൊക്കെ നമ്മൾ നേരത്തെ +1 ടൈമിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആർ ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ തീറ്റയാണ്. നമ്മുടെ +1 ടെക്സ്റ്റിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എൽ ഈക്വൽ ടു 37.4 ആൻഡ് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. ഈ 60 ഡിഗ്രിയെ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 ഇൻറ്റു പൈ ബൈ 180 ഡിഗ്രി, 180 റേഡിയൻ ഈക്വൽ ടു പൈ ബൈ 3 റേഡിയൻ. ആർ ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് 37.4 ഡിവൈഡഡ് ബൈ തീറ്റയുടെ വില എന്താണ്? തീറ്റയുടെ വില പൈ ബൈ 3 ആണല്ലേ. പൈ ബൈ 3 ഈക്വൽ ടു 37.4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ പൈ എന്ന് വരും. പൈയുടെ വാല്യൂ എന്താണ്? 22 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതാം നമുക്ക്. 22 ഡിവൈഡ് ബൈ 7 എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുന്നത് മുകളിൽ പോകും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 35.7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 35.7 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദി ആക്സ് ഓഫ് ദി സെയിം ലെങ്ത് ഇൻ 2 സർക്കിൾസ് subtend angles 65 degree and 110 degree at the center. Find ratio of their radii. നമുക്ക് ആംഗിൾസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് ദെയർ റേഡിയസിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. നമുക്കിവിടെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് θ1 എന്നും θ2 എന്നും എടുക്കാം അല്ലേ. θ1 എന്ന് പറയുന്നത് എത്രയാണ്? θ1 ഈക്വൽ ടു 65 ഡിഗ്രി ആണ്. നമുക്കിതിനെ റേഡിയയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പൈ ബൈ 180 ഇൻറ്റു 65 റേഡിയൻ ഈക്വൽ ടു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 13 പൈ ഡിവൈഡഡ് ബൈ 36 റേഡിയൻ എന്ന് കിട്ടും. നെക്സ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 100 ആൻഡ് θ2 ഈക്വൽ ടു 110 ഡിഗ്രി. ഇതിനെ നമുക്ക് പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈക്വൽ ടു 11 പൈ ഡിവൈഡഡ് ബൈ 18 എന്ന് വരും അല്ലേ. ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. നമുക്കിവിടെ റേഷ്യോ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഛേദം രണ്ടിടത്തും നമുക്ക് തുല്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ 36 അല്ലേ, ഇവിടെയും 36 ആക്കാൻ വേണ്ടി നമ്മൾ 2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് 22 ഡിവൈഡഡ് ബൈ 36 പൈ എന്ന് വരും. ഇനി നമുക്ക് എൽ ഈക്വൽ ടു എന്താണ്? എൽ ഈക്വൽ ടു R1 θ1 ഈക്വൽ ടു എന്താണ്? R2 θ2 എന്ന് എഴുതാണ്. L ഈക്വൽ ടു R1 θ1 ഈക്വൽ ടു R2 θ2. നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. θ1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? R1 അവിടെയുണ്ട്. R1 ഇൻറ്റു θ1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 13 പൈ ഡിവൈഡഡ് ബൈ 36 ഈക്വൽ ടു R2 ഇൻറ്റു 22 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു പൈ. ഇവിടെ എന്തൊക്കെ ക്യാൻസലായിപ്പോവും? പൈയും പൈയും ക്യാൻസലായിപ്പോവും. അതുപോലെ തന്നെ 36ഉം 36ഉം ക്യാൻസലായിപ്പോവും. പിന്നെന്താണുള്ളത്? 13 R1 ഈക്വൽ ടു 22 R2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? R1 ഡിവൈഡഡ് ബൈ R2 ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 13 എന്ന് എഴുതാം അല്ലേ. നമുക്കിങ്ങനെ ഇട്ടുവാണെങ്കിൽ നമ്മൾ R1 R2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 22 അംശബന്ധം 30. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ.
ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള ഹോംവർക്കാണ്. നമുക്ക് ഇത് തന്നെ നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കണ്ടേ. അത് നമ്മൾ ഈ പോർഷനെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യണം. അപ്പോഴും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഏത് തരത്തിലാണ് വരുന്നത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കൊരു എക്സാമിന് അത് എളുപ്പമാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എല്ലാവരും പിന്നെ മറ്റേ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് ഇതൊന്ന് ഹോംവർക്കായിട്ട് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ഡിഗ്രി മെഷർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 25 ഡിഗ്രി, സെക്കൻഡ് ക്വസ്റ്റ്യൻ -47 ഡിഗ്രി 30 മിനിറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് 240 ഡിഗ്രി ആൻഡ് 520 ഡിഗ്രി. ഇതിൻ്റെ ആൻസർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് എത്തിച്ചേരാൻ ഇത് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ. അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11/16, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 39:22 മിനിറ്റ് 30 സെക്കൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് -4, ആൻസർ 2:29 5 മിനിറ്റ് 27.2 സെക്കൻഡ്. ഓക്കെ, താങ്ക് യു. നമുക്കിനി നെക്സ്റ്റ് ടൈപ്പ് പഠിക്കാം. നെക്സ്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ അത് പഠിക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ഓൾ സൈൻസ് ആർ പോസിറ്റീവ് ആയിരിക്കും. ഓൾ പോസിറ്റീവ്. സൈൻ, കോസ്, ടാൻ, സീക്ക്, കോസ്, സീക്ക്, കോട്ട്, ഇതിനകത്ത് എല്ലാ വാല്യൂസും നമ്മൾ എന്തായിരിക്കും ഓൾ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്ന് വെച്ചാൽ സൈനിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റിൽ എന്ന് വെച്ചാൽ ടാനിൻ്റെയും കോട്ടിൻ്റെയും വാല്യൂസ് പോസിറ്റീവ് ആയിരിക്കും, ബാക്കി എല്ലാത്തിൻ്റെയും എന്തായിരിക്കും നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. അതുപോലെ ഫോർത്തിലെന്ന് വെച്ചാൽ കോസും കോസിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള സീക്കും പോസിറ്റീവും ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സൈനിൻ്റെ വാല്യൂ ഇങ്ങനെ, ഈ ഒരു സൈനിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് കോസും ടാനും നമുക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സൈൻ എന്ന് പറയുന്നത് sin 0 0, sin 30 1/2, sin 45 1/√2, sin 60 √3 /2, sin 90 എന്ന് പറയുന്നത് 1. ഇതിന് നേരെ തിരിച്ചെഴുതിയാൽ കോസിൻ്റെ വാല്യൂ കോസ് 0 എന്ന് പറയുന്നത് ഈ 1 എടുത്ത് ഇവിടെ 1 √3 /2 1/√2 1/2 0. അതുപോലെ സൈൻ ഡിവൈഡഡ് ബൈ കോസ് ആണല്ലോ ടാൻ, അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ടാനിൻ്റെ വാല്യൂ കിട്ടും. 0 / 1 എന്ന് പറയുന്നത് 0, 1/2 ഡിവൈഡ് ബൈ √3 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 1/√3, 1/√2 ഡിവൈഡ് ബൈ 1/√2 എന്ന് പറയുന്നത് 1, √3 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 1/2 എന്ന് പറയുന്നത് √3, 1/0 നോട്ട് ഡിഫൈൻഡ്. നമുക്കിനി പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് cos x = -1/2, x lies in the third quadrant, find value of other 5 trigonometric function. cos x-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, നമുക്ക് മറ്റ് 5 എണ്ണത്തിൻ്റെ വാല്യൂ നമുക്ക് കാണണം. അതുപോലെ തന്നെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് എക്സ് ലൈസ് ഇൻ ദി തേർഡ് ക്വാഡ്രൻ്റ് എന്ന്. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ ഏതൊക്കെയായിരിക്കും പോസിറ്റീവ് എന്ന് പറയുന്നത്? ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് വെച്ചാൽ cos x = -1/2. നമുക്കറിയാം sec x എന്ന് പറയുന്നത് 1/cos x ആണല്ലേ. sec x = 1/cos x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2 എന്ന് കിട്ടും ആൻസർ. -1/2നെ ഇൻവേഴ്സ് കഴിയുമ്പോൾ -2 എന്ന് കിട്ടും. ഇത് നമുക്കറിയാം sin² x + cos² x = 1 ആണ്. ഇതിനകത്ത് sin² x = 1 - cos² x. 1 - cos² x എന്ന് പറയുമ്പോൾ cos² x-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -1/2 the whole square = 1 - 1/4. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 4 - 1 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 3/4 എന്ന് കിട്ടും. sin² = 3/4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് സൈനിൻ്റെ വാല്യൂ എങ്ങനെ കാണാം? sin x = ±√3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ. നമുക്കിവിടെയാണ് നമ്മൾ എക്സ് ലൈസിൻ്റെ തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ sin x-ൻ്റെ വാല്യൂ തേർഡ് ക്വാഡ്രൻറ്റിൽ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിവിടെ sin x = എന്തെന്ന് എഴുതാം? sin x =
മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇപ്പോൾ സൈനിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് കൊസീക്ക് ആണല്ലോ. കൊസീക്ക് എക്സ് ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ് ആണ്. സൈൻ എക്സ് എന്നല്ലേ, അപ്പം മൈനസ് 2 ബൈ റൂട്ട് 3 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ സൈനിൻ്റെ കണ്ടു, കോസിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു. സൈന് കോസ്, സീക്കിൻ്റെ കണ്ടു, കൊസീക്കിൻ്റെ കണ്ടു. ഇനി ടാനിൻ്റെ, ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആണല്ലേ. അപ്പോൾ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ മൈനസ് 1 ബൈ 2. അപ്പോൾ റൂട്ട് 3 എന്ന് കിട്ടും. കോട്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ടാൻ എക്സ് ആണല്ലേ. അപ്പം 1 ബൈ റൂട്ട് 3. ഇതിനകത്ത് നിന്നുള്ള ഒരു 4 ക്വസ്റ്റ്യൻ നമ്മൾ ഹോംവർക്ക് ചെയ്യാം. സൈൻ എക്സ് ഈക്വൽ ടു 3 ബൈ 5 എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോട്ട് എക്സ് ഈക്വൽ ടു 3 ബൈ 4 എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. സീക്ക് എക്സ് ഈക്വൽ ടു 13 ഡിവൈഡ് ബൈ 5 എക്സ് ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് 5 ഡിവൈഡ് ബൈ 12 എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഇത് ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കി പ്രോബ്ലം നമ്മൾ ചെയ്യാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്